ഹായ് ഗൈസ്, നമസ്കാരം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലഹരി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിപത്തുകളെ പറ്റിയാണല്ലോ. നാം ഓരോ വാർത്തകൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്, പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും കൂടി. അപ്പോൾ എങ്ങനെയാണ് ലഹരി നമ്മളെ സമൂഹത്തെ ബാധിക്കുന്നത്? ലഹരി ഉപയോഗിക്കുന്നവരെല്ലാവരും അക്രമാസക്തരാകാറുണ്ടോ? ശരിക്കും ഒരിക്കലുമില്ല, അല്ലേ? ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, എന്നാൽ അവരൊന്നും അക്രമാസക്തരാകുന്നവരല്ല. അപ്പോൾ എപ്പോഴാണ് അവർ അക്രമാസക്തരാകുന്നത്? ഈ അക്രമാസക്തരാകുന്നവർ എങ്ങനെയാണ് ഒരു ലെവലിലേക്ക് എത്തിച്ചേരുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? എപ്പോഴും ലഹരികൾ നമുക്ക് ഉപയോഗിക്കാം. ലഹരി നമ്മളെ അടിമയാക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് നിയന്ത്രണം കൈവിട്ടു പോകുന്നത്. എന്നാൽ ലഹരിയെ നമ്മൾ അടിമയാക്കി വെച്ചാൽ ഒരിക്കലും കാര്യങ്ങൾ കൈവിട്ടു പോകില്ല. നമ്മളൊരു ലഹരി ഉപയോഗിക്കുന്നു, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്താണ് അതിൻ്റെ രുചി എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം, കുഴപ്പമില്ല. അത് ദിനംപ്രതി ഉപയോഗിച്ച് ഒരിക്കൽ അത് നമ്മളെ അടിമയാക്കും. അപ്പോഴാണ് നമ്മുടെ സ്വബോധവും നിയന്ത്രണവും എല്ലാം വിട്ട് നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ സുഹൃത്തുക്കളെയോ നമ്മുടെ സമൂഹത്തെയോ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുന്നത്. ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് ലഹരി എപ്പോഴും തീവ്രവാദി ആകുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ലഹരിക്ക് അടിമയാകരുത്. നമ്മൾ ലഹരിയെ അടിമയാക്കി വയ്ക്കുക. അങ്ങനെ ചെയ്യുന്നവരാണ് സമൂഹത്തിൽ ഇത് ഉപയോഗിച്ചിട്ടും മാന്യമായി ജീവിക്കുന്നവർ. എല്ലാ ലഹരിയും അത്തരത്തിലുള്ള അല്ല. ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരുപാട് ലഹരികളുണ്ട്. അത്തരത്തിലുള്ള ലഹരികൾ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കരുത്.